രാവിലെ തന്നെ അടുക്കളയിലോട്ട് കയറി. ഞാൻ ക്യാരറ്റും കിഴങ്ങും തൊലി കളഞ്ഞ് വേവിക്കാൻ വെക്കാനാണേ. വേറൊന്നുമല്ല, ചേട്ടായി പോട്ടി മേടിച്ചിരുന്നിട്ട് സ്റ്റൂ വെക്കാൻ ഓർത്തു. അങ്ങനെ ആരും വെക്കുന്ന കണ്ടിട്ടില്ല. പിന്നെ ഇന്ന് വെക്കാൻ ഓർത്തു കേട്ടോ. കാരണം ചേട്ടായിക്ക് ഒരേ നിർബന്ധം സ്റ്റൂ വെക്കണമെന്ന്. ചിക്കനും പോത്തൊക്കെ സ്റ്റൂ വെക്കുന്ന കണ്ടിട്ടുള്ളത്. പിന്നെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാൻ ഓർത്തു. ശരിയാവില്ലോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ആ സമയത്ത് ഞാൻ കിഴങ്ങെല്ലാം ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ പച്ചമുളകും സവോളയും അരിഞ്ഞ് വെച്ചായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിരുന്നു. പിന്നെ ഒരു തേങ്ങ ഫുൾ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ പിഴിയാനാണ്. ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അരിപ്പിക്കകത്ത് അരിച്ചാണ് എടുക്കുന്നത്. പിന്നെ പീര അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും കറിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് വേണേൽ ചേർത്ത് കൊടുക്കാൻ, തോരൻ കറിക്കുമല്ലോ. അപ്പോഴത്തേനും പിന്നെ കിഴങ്ങി ക്യാരറ്റും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ പൂട്ടി വേവിക്കാൻ വേണ്ടി വച്ചു. അതിന് വെന്ത് വരുമ്പോൾ സമയം പിടിക്കും. വെന്ത് വന്നാൽ പോരല്ലോ, കാറ്റും പോയി നല്ല തണുത്ത് വരുള്ളൂ. ആ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഞാനും കുഞ്ഞനും പിന്നെ ചേട്ടാ ബ്രെഡ് മേടിച്ചു വന്നിട്ടുണ്ടാകും. ബ്രെഡും പഴവും ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പ്രഷർ വിശപ്പ് സഹിക്കാൻ പറ്റുകയില്ല കേട്ടോ. കാരണം ഒരു പരിധിക്ക് കൂടുതൽ വിശപ്പ് സഹിച്ചാൽ എനിക്ക് പ്രഷർ പെട്ടെന്ന് താന്നു പോവേ. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിച്ചതാണ് കേട്ടോ. പിന്നെ കറിക്കുള്ള പരിപാടി തുടങ്ങി. മസാലക്കൂട്ടാണിത്. കുരുമുളക് പൊടി, പിന്നെ ഏലക്ക, പിന്നെ ഗ്രാമ്പൂ, അങ്ങനെ പട്ട, പിന്നെ ഇടനയില, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാം മസാലയൊക്കെ മൂത്ത് വന്നതിന് ശേഷം പിന്നെ സവോളയും പച്ചമുളകും പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അതെല്ലാം മൂത്ത് വരാൻ വേണ്ടി ശകലം ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പം പിന്നെ പെട്ടെന്നായി വരുവേ. പിന്നെ ക്യാരറ്റും കിഴങ്ങും കൂടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിയില ചേർക്കുന്ന നല്ല ടേസ്റ്റിനാണ്. പിന്നെ ഞാൻ ആ സമയത്ത് കുക്കർ വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞായിരുന്നു. ഞാനത് പിന്നെ മാറ്റി വെച്ചിട്ട് പിന്നെ ചപ്പാത്തി ഇടാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ സമയത്ത് തന്നെ ഗ്യാസും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കറി അടുപ്പിലാണ് വെക്കുന്നത്. കാരണം എന്നാ അറിയത്തില്ല, ഇനിയിപ്പോൾ ഗ്യാസ് എന്ന് കിട്ടുമെന്ന് പോലും അറിയത്തില്ല കേട്ടോ. കാരണം അപ്പോൾ കിട്ടാനില്ല ഗ്യാസ്. പിന്നെ ഞാൻ അടുപ്പിൽ തന്നെയാണ് ചപ്പാത്തിയും ചുടുന്നത്. പെട്ടെന്ന് പിന്നെ ചുട്ട് തീർന്നായിരുന്നു. പിന്നെ കറിക്കുള്ള പരിപാടി ചെയ്യുന്നു. മസാലയെല്ലാം മൂത്ത് കഴിഞ്ഞ് വെച്ച് പോട്ടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അതൊന്ന് ജസ്റ്റ് മിക്സായി വരുന്ന കഴിയുമ്പോഴത്തേനും രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം. രണ്ടാം പാൽ തിളച്ച് കുറുകി വരുമ്പോഴത്തേനും ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഞാനിത് യൂട്യൂബിൽ നോക്കിയതാണ്. അങ്ങനെ കൂട്ടുകാരും സ്റ്റൂവൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ കുരുമുളക് പൊടിയും കുരുമുളക് ചതച്ചതും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു പാക്കറ്റ് ഫുള്ള് ചേർക്കുന്നുണ്ട്. കാരണം ഇതിടുന്ന അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കിഴങ്ങും ക്യാരറ്റും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതൊന്ന് തിളച്ച് അത്യാവശ്യം കുറുകി വരുമ്പോഴത്തേനാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നാം പാൽ ചേർത്ത്, നല്ല കട്ടിയുള്ള പാലാണ് ഒന്നാം പാൽ. അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ മല്ലിയിലയും കരിയാപ്പിലയും കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് മല്ലിയില. ഞങ്ങളങ്ങനെ മല്ലിയില ഉപയോഗിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഒന്നും. പക്ഷേ ഇപ്പം ഒരു പ്രാവശ്യം കറിക്ക് ചേർത്ത് കൊടുത്താൽ പിന്നെ നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. പിന്നെ ഇപ്പോൾ സ്ഥിരം ചേട്ടൻ മല്ലിയില മേടിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കാപ്പി കുടിക്കുന്നത്. എല്ലാ ദിവസവും ഞായറാഴ്ച കാപ്പി കുടിക്കുമ്പോൾ ഈ സമയമാവും. എന്നാന്ന് വെച്ചാൽ രാവിലെ പോയി സാധനം മേടിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചേട്ടായി പകുതി സാധനം മേടിക്കുകയില്ല. പിന്നെ തലേദിവസം പിറ്റേ ദിവസം കൂടെ മേടിക്കുമ്പോൾ ഇരട്ടി പൈസ ചിലവാണ്. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ രാവിലെ പോയി മേടിക്കുന്നത്. അതാകുമ്പോൾ ഒരാഴ്ചത്തേക്കാണ് സാധനം ഒരുമിച്ച് മേടിച്ചും വെക്കാം. പണി എളുപ്പമുണ്ട്. പിന്നെ കാപ്പി കുടിക്കാൻ ഇച്ചിരി താമസിക്കുന്നുള്ളൂ. സാരമില്ല, ലീവുള്ള ദിവസം ആയതുകൊണ്ട് പിന്നെ സാരമില്ല അതൊന്നും. പിന്നെ ഞാൻ ബ്രെഡാണ് കഴിക്കുന്നത്. ബ്രെഡും പോട്ടി സ്റ്റൂ എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് കുളമാവുമായിരിക്കുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോട്ടി ഇങ്ങനെ വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആരും വെച്ച് കണ്ടിട്ട് പോലും ഇല്ല. അതുകൊണ്ട് ശരിയാവുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ, മോശം കമൻറ്റൊക്കെ വരുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വേണ്ട ചേട്ടായി പോട്ടി ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായിക്ക് ഒരേ നിർബന്ധം സ്റ്റൂ വെച്ചാൽ മതിയെന്ന്. ഞാൻ 2-3 ദിവസം കൊതി പറഞ്ഞു. അപ്പം അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.